ഉണ്ടാക്കുന്നത് രാഗിപ്പുട്ടാണ്. എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീഡിയോ പോവാം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് രാഗിപ്പുട്ടാണ്. ഒരു പ്രത്യേക തരം രാഗിപ്പുട്ടാണ്. നമ്മൾ ചേർക്കാത്തൊരു റെസിപ്പി ഇതിലുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതിനായി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. തേങ്ങ ചുരണ്ടിയതാണ്, ഇതിനായി ചെറുപയർ പുഴുങ്ങി വേവിച്ചെടുത്തതാണ്, ഉപ്പ്, പിന്നെ ചുടുവെള്ളം ഉണ്ട് കേട്ടോ, ചുടുവെള്ളം. ഇത് ഉപയോഗിച്ചിട്ടാണ് രാഗിപ്പുട്ട് തയ്യാറാക്കുന്നത്. ഇതിനായി കുറച്ച് ഉപ്പ് ഇടാം. രാഗിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് ചൂടുവെള്ളം ഇങ്ങനെ നനയ്ക്കും. ഇത് എന്താണ്, ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല ഒരു മിക്സ് ചെയ്യാൻ നല്ലൊരു ഇതാണ്. ഇതിനായി കറിയൊന്നും ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ കഴിച്ചാൽ മതി. ഇന്ന് ഞങ്ങൾ വീട്ടിൽ ദോശ ഉണ്ടാക്കിയത്, അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഈ രാഗിപ്പുട്ട് കിറ്റിൽ മിക്സ് ചെയ്യാണ്. അപ്പം എനിക്ക് എന്താണ് രാഗിപ്പുട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കിറ്റിൽ പൊടി ഉണ്ടല്ലോ, അപ്പം അത് വെച്ച് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം കറി വേണ്ട, ചെറുപയർ ചേർക്കുമ്പോൾ. ഇനി മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതാ രാഗി നനച്ച് വെച്ചിട്ടുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ, ഉപ്പും ചേർത്തിട്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുട്ടിയിലേക്ക് എങ്ങനെയാണെന്ന് നോക്കിക്കോളാം. ചില്ലിടാൻ മറന്നു പോകരുത് കേട്ടോ, അപ്പം അടിയിൽ കൂടെ ഇങ്ങോട്ട് പോയി. തേങ്ങ ആദ്യം തേങ്ങയിട്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ. ഇനി രാഗി നനച്ചത്, പിന്നെ എന്ത് ചെയ്യുക, ചെറുപയർ പുഴുങ്ങിയെടുത്ത ചെറുപയറാണ്. എന്നിട്ട് രാഗിപ്പൊടി. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഈ രാഗിപ്പുട്ട് ഇങ്ങനെ ചേർത്ത്. അപ്പം കറിയൊന്നും വേണ്ടല്ലോ, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാറ്. മക്കൾക്ക് അത്ര ഇഷ്ടമല്ല, മക്കൾക്ക് പൊരിച്ചതും ഐറ്റംസൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ ഒരു ലെയറായി ചെയ്ത് കഴിഞ്ഞാൽ കറി വേണ്ട. രണ്ടുണ്ട്, ചെറുപയറും തേങ്ങയും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എത്രയും കൂടുന്നോ അത്രയും നല്ല സാധനമാണ്. മീനൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്കൊക്കെ ചെറുപയർ പുഴുങ്ങിയെടുത്തിട്ട് കൊടുക്കണ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കും അങ്ങനെ. ഇത് ഞാൻ പറയണ കേൾക്കണില്ലെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണേ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റായ രാഗിപ്പുട്ട്. ഇതിന് മേലെ നാളികേരം, വെള്ളം ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇതാ നോക്കിയോളൂ, ആവി പറന്നു തുടങ്ങി. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു. നല്ല കളർഫുള്ളിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എനിക്ക് നല്ല ഇഷ്ടമാണ്. കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാണ്ട് ചെറുപയറും തേങ്ങയും കൂട്ടി കഴിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.